ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികൾ ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. ജാർഖണ്ഡിൽ വധഭീഷണി നേരിടുന്നുവെന്ന് ഇരുവരും പറഞ്ഞു. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. मेरे साथ कोई जोर ज़बरदस्ती नहीं हुआ है. मैं अपनी मर्जी के साथ गालिब के साथ यहाँ केरला में आके शादी की हूँ. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഇവരുടെ വിവാഹം കഴിഞ്ഞോ കായംകുളത്ത്? ഇവരിപ്പോൾ സുരക്ഷിതരായി അവിടെ ഉണ്ടല്ലേ? അതെ വിജയകുമാർ, ജാർഖണ്ഡ് ചിത്തപ്പൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഗാലിബും ആശാ വർമ്മ ഇവർ 10 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഇവരുടെ ആശാ വർമ്മയുടെ പിതാവ് ഒരു 45 വയസ്സുകാരനുമായി വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞാണ് വിദേശത്തായിരുന്നു മുഹമ്മദ് ഗാലിബ് ഉണ്ടായിരുന്നത്. വിദേശത്ത് നിന്ന് മുഹമ്മദ് ഗാലിബ് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി എത്തി. പക്ഷേ വിവാഹം നടത്താൻ ഒരു തരത്തിലും ഇവർ രണ്ടുപേരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ, പ്രത്യേകിച്ചും ആശാ വർമ്മയുടെ ബന്ധുക്കൾ സമ്മതിച്ചില്ല. ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർത്തി. ആ പ്രദേശത്ത് ഇതിന്റെ ഭാഗമായി പല സംഘർഷങ്ങളും കലാപത്തിന് നിൽക്കുന്ന ചില സംഭവങ്ങൾ കൂടി ഉണ്ടായെന്നാണ് നമുക്കറിയാം. ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് ഇയാൾ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഗാലിബ് ജോലി ചെയ്യുന്ന ഗൾഫിലെ തന്റെ കൂട്ടുകാരനായിട്ടുള്ള കായംകുളം സ്വദേശിയാണ് ആലപ്പുഴ കായംകുളത്തേക്ക് എത്താൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ മാസം 9-ാം തീയതി ഇവർ കായംകുളത്തെത്തി ഒരു അഭിഭാഷകയെ കണ്ടു. അഭിഭാഷക ഗയാസ് ലതയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അങ്ങനെ 11-ാം തീയതി ഇവർ ഇസ്ലാം മതപ്രകാരം വിശ്വാസപ്രകാരമുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഇവർ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരെ തേടി ഈ ആശാ വർമ്മയുടെ ബന്ധുക്കളായ ചില ആളുകൾ എത്തി. അത് ഗുണ്ടകളാണെന്നാണ് ഈ ആശാ വർമ്മ പറയുന്നത്. കേരളത്തിലെത്തിയ ശേഷം ഈ മിസ്സിംഗ് കേസാണ്, അതായത് ആശാ വർമ്മയെ തട്ടിക്കൊണ്ടുപോയതാണ് മുഹമ്മദ് ഗാലിബ് എന്ന പരാതി നിലവിൽ ചിത്തപ്പൂർ പോലീസ് സ്റ്റേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ ആ ആരോപണം ഉന്നയിച്ചെങ്കിലും കായംകുളം പോലീസ് അന്വേഷിച്ചതിനെ തുടർന്ന് ഇവർക്കും പ്രായപൂർത്തിയായതാണ്. 26 വയസ്സുണ്ട് ആശാ വർമ്മയ്ക്ക്, 30 വയസ്സുണ്ട് മുഹമ്മദ് ഗാലിബിന്. അങ്ങനെ ഇരുവർക്കും സ്വതന്ത്രമായി രാജ്യത്ത് വിവാഹം കഴിച്ച് താമസിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെ ഇവരെ വിട്ടയക്കാൻ സാധിക്കില്ലെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. ഒപ്പം തന്നെ ഈ അഭിഭാഷക ഇവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൂടി ഫയൽ ചെയ്തിട്ടുണ്ട്. കായംകുളം ഡിവൈഎസ്പി ഇത് സംബന്ധിച്ച് പറയുന്നത് ഇവർക്ക് സംരക്ഷണം വേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. ഇവരുടെ നാട്ടിൽ ഇവരെത്തിയാൽ കൊലപ്പെടുത്തുമെന്നുള്ള വലിയ കലാപ ആഹ്വാനം ഇതിനോടകം നടന്നിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിജയകുമാർ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. അവർക്ക് ജാർഖണ്ഡിൽ വധഭീഷണിയുണ്ട്. പ്രായപൂർത്തിയായതുകൊണ്ട് ഇവരുടെ സംരക്ഷണം കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇവർക്ക് സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ട്, എങ്കിലും പോലീസിന്റെ സുരക്ഷ അവർക്കുണ്ട്. നാട്ടിലേക്ക് തൽക്കാലം അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ എത്തിയാൽ അവർക്ക് വലിയ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നവർ പരാതിപ്പെടുന്നു. അവരുടെ ഒരു ഹർജി കോടതിയിലുമുണ്ട്. അപ്പോൾ അവർ ഇരുവരും സുരക്ഷിതരാണ്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്.